Hello friends, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ്. റോയൽ എൻഫീൽഡിന്റെ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തുള്ള എംപയർ മോട്ടോഴ്സിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് 2 വീലർ വാഹനം ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. നിങ്ങളുടെ വണ്ടി ബാറ്ററി ഡൗൺ ആയി സ്റ്റാർട്ടാക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ നിങ്ങൾക്ക് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കൂടി പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെയും കാണുക, തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ബാറ്ററിയിലെ ചാർജ് മുഴുവനായി ഡൗൺ ആയി കഴിഞ്ഞാൽ വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയാതെ വരും. ഈ ഒരു സാഹചര്യത്തിൽ മെക്കാനിക്കലിനെ വിളിക്കുകയോ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ എത്തിക്കാനോ ആകും ശ്രമിക്കുക. പക്ഷേ അവിടെ ഒരുപാട് ടൈം നമുക്ക് നഷ്ടപ്പെടുന്നു. നമുക്ക് തന്നെ സ്വയം ബാറ്ററി ജംപ് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ജംപ് സ്റ്റാർട്ട് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, കറണ്ടിന്റെ മറ്റൊരു വണ്ടിയുടെ ബാറ്ററിയിൽ നിന്ന് നമ്മുടെ വണ്ടിയുടെ ബാറ്ററിയിലേക്ക് ജമ്പ് ചെയ്യിപ്പിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്ന മെത്തേഡാണ് ജംപ് സ്റ്റാർട്ട്. റോയൽ എൻഫീൽഡിന്റെ വണ്ടികളിലാണ് നമുക്ക് ബാറ്ററി ഇരിക്കുന്ന പോർഷൻ തുറക്കുവാൻ ഏറ്റവും എളുപ്പം. നിങ്ങളുടെ വണ്ടി ഏതാണോ ആ ഒരു വണ്ടിയുടെ ബാറ്ററി കവർ മാറ്റിയതിനു ശേഷം ബാറ്ററി ടെർമിനൽ കാണാൻ പറ്റുന്ന രീതിയിൽ വയ്ക്കുക. ജമ്പ് സ്റ്റാർട്ട് ചെയ്യിക്കുന്നതിനായിട്ട് നിങ്ങളുടെ വണ്ടിയുടെ അതേ വോൾട്ടും ആംസും വരുന്ന ബാറ്ററി ഉള്ള വണ്ടി തന്നെ അടുത്ത് ഉണ്ടായിരിക്കേണ്ടതാണ്. ആംസിന് ചെറിയ വ്യത്യാസം വരുന്ന ബാറ്ററി ആണെങ്കിലും വോൾട്ട് കറക്റ്റ് ആയിരിക്കേണ്ടതാണ്. ആംസിന് വ്യത്യാസം വരുന്ന ബാറ്ററിയാണ് ജംപ് സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ മാക്സിമം കിക്കർ അടിച്ച് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ജമ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ട വണ്ടിയും ജമ്പ് സ്റ്റാർട്ട് ചെയ്യിക്കാൻ കറണ്ട് കൊടുക്കേണ്ട വണ്ടിയും ബാറ്ററി കവർ മാറ്റിയതിനു ശേഷം ബാറ്ററി പൊസിഷൻ ഒരേ സൈഡിൽ വരുന്ന വിധം വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ രണ്ട് വണ്ടികളും അടുത്ത് വെക്കുക. അത് കഴിഞ്ഞ് ഇതേപോലത്തെ രണ്ട് കട്ടിയുള്ള കോപ്പർ വയറുകളാണ് വേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല കട്ടിയുള്ള കവറിങ് വരുന്ന വയറുകൾ വേണം എടുക്കേണ്ടത്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ സേഫ്റ്റി വേണം നമ്മൾ ആദ്യമേ നോക്കേണ്ടത്. കനം കുറഞ്ഞ ഒരു വയറുകളും തന്നെ ഇതിന് വേണ്ടിയിട്ട് എടുക്കരുത്. ഇതിപ്പോൾ ടെർമിനൽ പോർഷൻ കൂടി കടുപ്പിച്ച വയറാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. വണ്ടി ജമ്പ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വയർ ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ ലഭിക്കുന്നതാണ്. ആ ഒരു വാങ്ങാൻ കിട്ടുന്ന ജംപ് സ്റ്റാർട്ട് വയറിൽ ക്ലിപ്പും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഏറ്റവും നല്ല സേഫ്റ്റിയുമാണ്. അത്ര അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ടിപ്പ് ഉപയോഗിക്കുക. അത് നിങ്ങളുടെ സേഫ്റ്റി നോക്കി മാത്രം. നിങ്ങൾ എടുക്കുന്ന വയറുകളുടെ അറ്റവശത്ത് ഇൻസുലേഷൻ ടേപ്പ് കൂടി ചുറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി ഇത് ചെയ്യേണ്ട വിധം മാത്രമാണ് പറഞ്ഞു തരുന്നത്. രണ്ട് നീളമുള്ള വയർ പീസുകളാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വണ്ടിയുടെ നെഗറ്റീവ് പോർഷനിൽ കൊടുക്കുന്ന വയറിന്റെ അറ്റവശം രണ്ടാമത്തെ വണ്ടിയുടെ നെഗറ്റീവ് പോർഷനിൽ തന്നെ കൊടുക്കുക. ആദ്യത്തെ വണ്ടിയുടെ പോസിറ്റീവ് ടെർമിനലിൽ കൊടുത്തിരിക്കുന്ന വയർ ആ രണ്ടാമത്തെ വണ്ടിയുടെ പോസിറ്റീവ് ടെർമിനലിൽ തന്നെ കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വയർ തമ്മിൽ കണക്ട് ചെയ്ത് പിടിക്കുമ്പോൾ ഒരിക്കലും നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ രണ്ട് വണ്ടികളുടെയും ബാറ്ററി ടെർമിനലുകളിൽ വയറുകൾ തമ്മിൽ കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് പിടിച്ച ശേഷം നിങ്ങളുടെ ബാറ്ററി ഡൗൺ ആയി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് ആകുന്നതാണ്. സ്റ്റാർട്ട് ആയ ശേഷം കുറച്ചു നേരം റൈസ് ചെയ്ത് പിടിക്കേണ്ടതാണ്. വണ്ടി സ്റ്റാർട്ടായ ആ സെക്കൻഡിൽ തന്നെ ജമ്പ് വയറുകൾ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. അതിനുശേഷം വണ്ടി കുറച്ചു ദൂരം ഒന്ന് ഓടുക, എങ്കിൽ മാത്രമേ ബാറ്ററിയിലേക്ക് ചാർജ് റീസ്റ്റോർ ആകത്തുള്ളൂ. വണ്ടി ഓടിയതിനു ശേഷവും ബാറ്ററിയിലേക്ക് കറണ്ട് റീസ്റ്റോർ ആകുന്നില്ല എങ്കിൽ അടുത്തുള്ള സർവീസ് സെന്ററിൽ വണ്ടി എത്തിച്ച് എന്താണ് പ്രോബ്ലം എന്ന് ചെക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടായിരിക്കാം, എങ്ങനെ ജമ്പ് സ്റ്റാർട്ട് ചെയ്യിക്കാൻ കൊടുക്കുന്ന വണ്ടിയുടെ ബാറ്ററിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ എന്ന്. ജമ്പ് സ്റ്റാർട്ട് ചെയ്യിക്കാൻ കറണ്ട് കൊടുക്കുന്ന വണ്ടിയുടെ ബാറ്ററിക്ക് ഒരു പ്രോബ്ലവും ഉണ്ടാകുന്നതല്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.